ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ചെറിയൊരു ചെടീനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ചെടി. ഇത് നമുക്ക് കാണുമ്പോൾ ഏകദേശം നമ്മുടെ പനിക്കൂർക്കയുടെ പോലെയൊക്കെ ആയിട്ട് തോന്നും കേട്ടോ. ആ പനിക്കൂർക്കയല്ല ഇത്, ഇതൊരു ലാമിയേസി കുടുംബത്തിൽ പെട്ട ഒരു സസ്യമാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ഇരുവേലി എന്നാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്കിത് പനിക്കൂർക്കയായിട്ട് തോന്നും. എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ ഈ ഒരു ചെടി അകലെന്ന് കണ്ടപ്പോൾ നമ്മുടെ പറമ്പിൽ ഇതിങ്ങനെ തഴച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ ഇത് എന്താണ് ചെടിയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇത് ഇരുവേലിയാണെന്ന് പറഞ്ഞു. അപ്പോൾ കാണുമ്പോൾ നമുക്ക് പനിക്കൂർക്കയുടെ പോലെ തോന്നും, പക്ഷെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലിലും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടിൻ്റെ ഒരു കളറ്, അതുപോലെ ഇല കുറച്ചും കൂടി പനിക്കൂർക്കയുടെ ഇലേനേക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അകലെന്ന് കാണുമ്പോൾ പനിക്കൂർക്കയായിട്ട് തോന്നും. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. പനിക്കൂർക്കയുടെ സ്മെല്ലുണ്ടല്ലോ അതിനേക്കാളും കുറച്ചും കൂടി ഒരു വ്യത്യാസപ്പെട്ട ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിന് സ്മെല്ലുണ്ട്. പനിക്കൂർക്കയുടെ സ്മെല്ലിൻ്റെ അത്ര അങ്ങോട്ട് ഒരു സ്മെല്ലില്ല, എന്നാലും ലൈറ്റായിട്ടൊരു സ്മെല്ലുണ്ട് നമ്മുടെ ഇരുവേലിക്ക്. അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ടല്ല, ഞാനിവിടെ പുകയ്ക്കുമ്പോഴൊക്കെ സന്ധ്യ സമയത്തൊക്കെ ഞാനിങ്ങനെ മോന് കൊതുവിൻ്റെ അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സന്ധ്യ സമയത്തൊക്കെ ചെറുതായിട്ട് പുകയ്ക്കും, കുന്തിരിക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് പുകയ്ക്കാറുണ്ട്. അപ്പം ഞാൻ പുകയ്ക്കണതിൻ്റെ ഒപ്പം ഇത് പച്ച തണ്ടൊടക്കനെ ഇലയൊടക്കനെ ഞാൻ കൊണ്ടുവന്ന് ഇട്ടിട്ട് പുകയ്ക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടല്ല. അപ്പോൾ എന്നാലും അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, പിന്നെ അമ്മയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കാട് വീശാനൊക്കെ പോകുമ്പോൾ, ഇത് കാട്ടിലൊക്കെയാണ് കൂടുതലായിട്ടും കാണുക. അപ്പോൾ കാട് വീശാനൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ഇരുവേലി കണ്ടു കഴിഞ്ഞാൽ അവരത് മുഴുവൻ പറിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ തണ്ടുണ്ടല്ലോ, അതിൻ്റെ തണ്ട് ആണ് നമ്മൾ ഉണക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു തണ്ട്, ഇത് സമൂലമാണ് ഉപയോഗിക്കുക മരുന്നുകളിൽ, അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ തണ്ടുണ്ട്, നമ്മുടെ ചേമ്പിൻ്റെ തണ്ടില്ലേ, ചേമ്പിൻ്റെ തണ്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ ആ തണ്ടുമെന്ന് ഒരു നാര് പോലൊരു സംഭവം നമ്മൾ പറിച്ച് കളഞ്ഞിട്ടല്ലേ നമ്മളത് നുറുക്കിയിട്ട് കറി വയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടുമ്മേ അങ്ങനെ ഒരു നാരുണ്ട്. ആ ഒരു നാര് കളഞ്ഞിട്ട് അത് ഉണക്കിയിട്ടാണ് നമ്മളിത് ആയുർവേദ കടകളിൽ കൊണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പൈസ കിട്ടും. അപ്പോൾ ഈ അടുത്ത കാലത്ത് വരെ എൻ്റെ ആൻറ്റിയുടെ വീടിൻ്റെ അവിടെ നിറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ഇത് ചെത്തി ഉണക്കിയിട്ട് കടയിൽ കൊണ്ടു കൊടുത്ത് പൈസ മേടിക്കാറുണ്ട്. ഇതൊരു സീസൺ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾക്ക് ഇതിന് പൈസ കിട്ടുക. അതേ ഇതൊരു സാധനം അങ്ങനെയാണല്ലോ, അതിൻ്റെ സീസൺ ആകുമ്പോഴാണ് അതിന് റേറ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ ഇതിനും അങ്ങനെയൊക്കെ തന്നെ ഒരു സീസണും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിതൊരു ഞാറ്റുവേല ആ ഒരു സമയത്ത്, തിരുവാതിര ഞാറ്റുവേലയുടെ സമയത്താണ് ഇതിൻ്റെ തണ്ട് മുറിച്ചിട്ട് നമ്മൾ നടുക. അതിൻ്റെ തണ്ടാണ് നമ്മൾ കുത്തുക. ഒരു ചെടിയുടെ കാലാവധി വരുന്നത് 2 വർഷമാണ് കേട്ടോ. അപ്പം നമുക്കിതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് പറയാം. ഇത് നമ്മൾ പ്രസവശേഷം സ്ത്രീകൾക്ക് മുലപ്പാലൊക്കെ ഉണ്ടല്ലോ, മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് നമുക്കുള്ളിലോട്ട് ഇതിൻ്റെ കിഴങ്ങ് കൊടുക്കുക. അതിന് കിഴങ്ങുണ്ട്. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് നമുക്ക് മുലപ്പാൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ആയുർവേദ മരുന്ന് ഇപ്പോൾ വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മളതിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ നമ്മളത് ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ ഒരു ആയുർവേദ ഡോക്ടറെയോ അല്ലെങ്കിൽ വൈദ്യരെയോ പോയി കണ്ടിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ മരുന്നിനാകുമ്പോൾ അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം, എങ്കിലേ അതിനൊരു ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തൊരു മരുന്നും നമ്മൾ വീഡിയോയിൽ കണ്ടു വെച്ചിട്ട് നമ്മളത് ഡയറക്റ്റായിട്ട് കഴിക്കരുത്. അതിൻ്റെ അളവും കാര്യങ്ങളും അതുപോലെ തന്നെ അത് മിക്സ് ചെയ്യേണ്ട രീതിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഇല്ലെങ്കിൽ അതിന് വിപരീത ഫലം ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഇത് മൂത്രാശയ രോഗങ്ങൾക്ക്, ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ, അതിനൊക്കെ നമ്മളിത് കഴിക്കാം കേട്ടോ നമുക്കുള്ളിലേക്ക്. പിന്നെ നമുക്ക് പനി, അതുപോലെ തന്നെ കഫക്കെട്ട്, ചുമ പോലുള്ള അസുഖങ്ങൾക്ക് ആയുർവേദ മരുന്നുകൾ കൊടുക്കുമ്പോൾ അതിൽ വരുന്നൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ ഇരുവേലി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുകയ്ക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് നമുക്ക് വെറുപ്പ് തോന്നുന്നൊരു സ്മെല്ലല്ല, നമുക്ക് ഒരു ലൈറ്റായിട്ടൊരു സ്മെല്ലാണ്, നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു സ്മെല്ല് നമുക്ക് സന്ധ്യ സമയത്ത് കൊതുവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറു പ്രാണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് പുകയ്ക്കാം കേട്ടോ. ഉണക്കണം എന്നൊന്നുമില്ല. ഇത് ഉണക്കിയിട്ട് കടകളിൽ കൊണ്ട് കൊടുക്കണമെന്ന് മാത്രം. നമുക്കിത് ഉണക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് നിറയെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ടടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പേൾ ഗ്രാസ് ആണ്. നമ്മുടെ ഇവിടെ കൂടുതലും പേർക്ക് അങ്ങനത്തെ പേൾ ഗ്രാസിൻ്റെ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻറ്റിയുടെ പറമ്പിൻ്റെ അടുത്താണ് കേട്ടോ, നമ്മുടെ അതിരിൻ്റെ അടുത്താണ് ഈ ഒരു ചെടി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പുല്ലിന് അവർ ദിവസവും നനയ്ക്കും. അപ്പോൾ ആ ഒരു നനവ് തട്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ചെടി നല്ല ഉഷാറായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നിറയെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ പോയി. പക്ഷെ ഇപ്പോൾ ഈ നിൽക്കുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചെടി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ദിവസം പുകയ്ക്കാനൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ചെറിയ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.